നമസ്കാരം. മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ വൈറലായ താമരവിത്ത് അഥവാ മഖാനയെ ആരും മറക്കാനിടയില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ മഖാനയ്ക്കായി പ്രത്യേക ബോർഡ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ് മഖാന. ഫോക്സ് നട്ട്സ്, അതോടൊപ്പം തന്നെ ഗാർഗോൺ നട്ട്സ്, ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന മഖാന പ്രതിരോധശേഷി കൂട്ടാൻ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർമാർ, ഡയറ്റീഷ്യന്മാർ, ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവരൊക്കെ കൊഴുപ്പ് കുറഞ്ഞ നിറയെ പ്രോട്ടീനുകളുള്ള ഈ ഭക്ഷണത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ന്യൂട്രീഷനിസ്റ്റായ നന്ദിനി അഗർവാളിന് പറയാനുള്ളത് മഖാനയെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകളാണ്. പോഷക ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണമെന്നാണ് നന്ദിനി പറയുന്നത്. പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് സമ്പുഷ്ടമാണെങ്കിലും ഇത്തരം സൂപ്പർ ഫുഡുകൾ എല്ലാവർക്കും നല്ലതായിരിക്കണമെന്നില്ല. നിലവിലെ ട്രെൻഡുകൾ നോക്കിയല്ല നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് അത് എത്രമാത്രം അനുയോജ്യമാണെന്ന് കൂടി ചിന്തിക്കണം. ഡയറ്റിൻ്റെ ഭാഗമായോ ജോലിയുടെ ഇടവേളകളിലോ മഖാനയാണ് ദിവസവും നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മഖാനയിൽ ഡയറ്ററി ഫൈബറുകളുടെ അളവ് വളരെ കുറവാണെന്നത് പൊതുവെ ആർക്കും അറിയാത്ത കാര്യമാണ്. പഫിയായ താമര വിത്തുകൾ കാണുമ്പോൾ പെട്ടെന്ന് ദഹിക്കുമെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. മുമ്പ് തന്നെ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വീണ്ടും അത് ബുദ്ധിമുട്ടിലാക്കും. ഫൈബർ വളരെ കുറവാണ് എന്ന കാരണം കൊണ്ട് വയറിന് അത്ര നല്ലതല്ല ഈ മഖാന. ഇത് വയറിലെ ഉരുണ്ട കയറ്റത്തിനും കൂടാതെ അസ്വസ്ഥത ഉണ്ടാക്കാനും ഇത് പ്രധാന കാരണമാകും. കൊഴുപ്പ് അധികമില്ലാത്തതിനാൽ ഭാരം കുറയ്ക്കുന്നവരും എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഭക്ഷണ സാധനമാണ് മഖാന. എന്നാൽ അമിത ഭാരം മൂലം ബുദ്ധിമുട്ടുന്നവരും ഭാരം കുറയ്ക്കാൻ കഷ്ടപ്പെടുന്നവരും മഖാന ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ചെറിയ ബൗളിൽ കുറച്ച് മഖാന കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷേ 100 ഗ്രാം കഴിക്കുന്നതും കാലറി കൂട്ടും. വണ്ണവും ഭാരവും കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് 100 ഗ്രാമൊക്കെ കഴിക്കാം. പക്ഷേ അതിനപ്പുറം പോയാൽ ലക്ഷ്യത്തിലെത്താൻ പാടാണ്. കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞ മഖാന അനാവശ്യമായി കാലറിയുടെ അളവ് കൂട്ടും. അപ്പോൾ ആരോഗ്യകരമാണെന്ന് വിപണിയിൽ മാർക്കറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമാണോ എന്നുകൂടി ചിന്തിക്കണം. വൃക്കയുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർ മഖാന കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചേ മതിയാകൂ. പൊട്ടാസ്യം വൻതോതിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനമാണ്. ഇതിനൊപ്പം മറ്റു ധാതുക്കളും അടങ്ങിയിരിക്കുന്നതിനാൽ മഖാന കഴിക്കുന്നത് ഒഴിവാക്കിയേ തീരൂ. ചെറിയ തോതിൽ കഴിച്ചാലും അപകടകരമാണ്. ഇത്തരം രോഗികളിൽ ഹൃദയത്തിന്റെ താളം തെറ്റിക്കാവുന്ന ഹൈപ്പർ കലീമിയ അടക്കമുണ്ടാകും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.